ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കാനുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ചായിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് എന്താണെന്നും ഷെൽ എന്താണെന്നും ഒരു ടെർമിനൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ലിനക്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുമായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. സാധാരണ എല്ലാവരും ലിനക്സ് പഠിക്കാൻ വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് അകത്ത് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് ഒരു കറുത്ത സ്ക്രീനിൽ ഒരു കഴ്സർ ഇങ്ങനെ മിന്നി നിൽക്കുന്നതാണ്. ഒരു 50% ആൾക്കാരും അത് കാണുമ്പോഴത്തേക്കും ഇട്ടിട്ട് പോകും. ആ കാണുന്ന ഒരു ഇൻ്റർഫേസിനെയാണ് ശരിക്കും ഷെല്ലെന്ന് പറയുന്നത്. നമ്മൾ ഷെല്ലിൻ്റെ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷെല്ല് വെച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ് ഈ ഫീൽഡുകളിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഷെൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ലിനക്സ് കമ്പ്യൂട്ടറിൽ ഷെൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഷെല്ലിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് കാര്യം അറിഞ്ഞിരിക്കണം. യൂസർ ഇൻ്റർഫേസ് എന്താണ്? ഏതൊരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു OS വേണം അല്ലേ? OS എന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു യൂസർ കൊടുക്കുന്ന ഡേറ്റ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതും ഇതിൻ്റെ ഔട്ട്പുട്ട് തിരിച്ച് യൂസറിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ യൂസറിനും കമ്പ്യൂട്ടറിനും ഇടയ്ക്ക് ഒരു ഇൻ്റർഫേസ് ഉണ്ട്. ഈ ഇൻ്റർഫേസ് ആണ് യൂസറിൻ്റെ ഇൻപുട്ട് കമ്പ്യൂട്ടറിന് പാസ് ചെയ്യുന്നതും കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത് തരുന്ന ഔട്ട്പുട്ട് നമ്മൾ യൂസറിന് പാസ് ചെയ്യുന്നത്. ഈ ഒരു ഇൻ്റർഫേസിനെയാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ നോക്കുക. ഒരു കാൽക്കുലേറ്റർ ആപ്ലിക്കേഷൻ വഴി നമ്മൾ രണ്ട് നമ്പേഴ്സും ഒരു ഓപ്പറേറ്റർ, ഫോർ എക്സാമ്പിൾ 3+2 എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ യൂസറിന് തിരിച്ചു തരുന്നു. സാധാരണ കമ്പ്യൂട്ടർ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഇൻ്റർഫേസ് ആണുള്ളത്. ഒന്ന് CLI അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, രണ്ട് GUI അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമ്മളൊരു കമ്പ്യൂട്ടറിനോട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ വിഷ്വൽ കമ്പോണൻസ് വെച്ച് ഇൻട്രാക്ട് ചെയ്യുന്നതിനെയാണ് GUI എന്ന് പറയുന്നത്. സാധാരണ കേസിൽ എല്ലാ ആൾക്കാരും GUI ആണ് യൂസ് ചെയ്യാറ്. GUI എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൗസ് വെച്ചിട്ട് തന്നെ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പുതിയ ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും, പുതിയ ഫയൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്പിൾ വിൻഡോസ് ഓപ്പൺ ചെയ്യാം, മിനിമൈസ് ചെയ്യാം, മാക്സിമൈസ് ചെയ്യാം, ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് അല്ലെങ്കിൽ CLI നോക്കുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ലൈൻസ് ഓഫ് ടെക്സ്റ്റ് വെച്ചിട്ടാണ്. കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൽ നമുക്ക് മൗസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കമ്പ്യൂട്ടറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് കമാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് ഇത് ഒറ്റ നോട്ടത്തിൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാവുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ്, ഭയങ്കര പവർഫുള്ളാണ്. നിങ്ങൾ പിന്നെ ഒരിക്കലും മൗസ് യൂസ് ചെയ്യത്തില്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഈ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഷെൽ എന്ന് പറയുന്നത്. എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിലും കോമൺ ആയിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് ഷെൽ. ഏറെക്കുറെ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിലെല്ലാം ഇപ്പോൾ GUI ഉണ്ട്, പക്ഷേ എല്ലാ ഡിസ്ട്രിബ്യൂഷനിലും GUI ഇല്ല. പക്ഷേ എല്ലാ ഡിസ്ട്രിബ്യൂഷനിലും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഷെല്ല് നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ GUI ഉള്ള ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷനിലാണ് നിൽക്കുന്നതെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷെൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ടെർമിനൽ എമുലേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാവുന്നതാണ്. പല OSലും പല രീതിയിലായിരിക്കും നമുക്ക് ടെർമിനൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കാലി ലിനക്സിൻ്റെ കേസിലും റാസ്ബെറി പൈ OSൻ്റെ കേസിലും നമുക്ക് ടാസ്ക് ബാറിൽ നോക്കിയാൽ തന്നെ അറിയാം അവിടെ ടെർമിനലിൻ്റെ ഐക്കൺ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഷെൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഏറെക്കുറെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ഒരു ഷോർട്ട് കട്ടാണ് Alt-Control-T. ഈ 3 കീസ് നമ്മൾ ഒരുമിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ ടെർമിനൽ ഓപ്പണായി വരും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് റൺ ചെയ്യാനും പ്രോഗ്രാംസ് റൺ ചെയ്യാനും നമുക്ക് ഔട്ട്പുട്ടൊക്കെ തരുന്ന ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു ഷെൽ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ടൈപ്പ് ഉണ്ട്. C ഷെല്ലുണ്ട്, ബോൺ ഷെല്ലുണ്ട്. നമ്മൾ സാധാരണ ലിനക്സിൻ്റെ കേസിൽ ഷെൽ എന്ന് പറയുന്നത് ബോൺ ഷെല്ലിനെയാണ്. ഈ ഷെൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ലിനക്സ് കമ്പ്യൂട്ടറിൽ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിച്ചു നോക്കാമോ? /binനകത്ത് sh എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാകും. അതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം. നിങ്ങൾ ഈ ബാഷ് സ്ക്രിപ്റ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഈ ബാഷ്? ബാഷ് എന്ന് വെച്ചാൽ ബോൺ എഗെയിൻ ഷെൽ. നമ്മുടെ ബോൺ ഷെല്ലിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് വരും ബാഷ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഷെൽ പ്രോഗ്രാമാണ് C ഷെൽ എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇറങ്ങുന്ന ഓൾമോസ്റ്റ് എല്ലാ OSലും ഡീഫോൾട്ടായിട്ട് വരുന്ന ഷെല്ലെന്ന് പറയുന്ന ഈ സി ഷെല്ലാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ റാസ്ബെറി പൈയുടെ ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എന്തൊക്കെ ഉണ്ടോ നമുക്ക് നോക്കാം. ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനൊരു ലൈൻ വന്ന് നിൽക്കും അല്ലേ. ഇതിനകത്ത് നമ്മൾ എന്താ കാണുന്നത്? പൈ അറ്റ് റാസ്ബെറി പൈ, പിന്നെ ഒരു ടിൽഡ, പിന്നെ ഒരു ഡോളർ സൈനും കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കഴ്സറും ഉണ്ട് അല്ലേ. ഇതിനെയാണ് പ്രോംപ്റ്റ് അല്ലെങ്കിൽ ഷെൽ പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നാണ്. ഈ പൈ അറ്റ് റാസ്ബെറി പൈ എന്ന് പറയുന്നത് റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് നമ്മൾ പൈ എന്ന് പറയുന്ന യൂസറായിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നു എന്നാണ്. ഈ പൈ അറ്റ് റാസ്ബെറി പൈ കഴിഞ്ഞിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷനാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി. അപ്പോൾ ഈ ഡയറക്ടറിയിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു ടിൽഡ. ടിൽഡ എന്ന് പറയുന്നത് എന്താ? ഈ ഒരു സിമ്പിളിലാണ് ടിൽഡ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി ടിൽഡ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു ഡയറക്ടറി ഉണ്ടോ? ഈ ടിൽഡ എന്ന് പറയുന്നത് പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിനക്സിൻ്റെ ഡയറക്ടറി സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ. നമ്മൾ അതിനകത്ത് പല ഡയറക്ടറീസ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നും അതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഹോം ഡയറക്ടറിയെ പറ്റി പറഞ്ഞായിരുന്നു അല്ലേ. /home എന്ന് പറയുന്ന ഡയറക്ടറി, ഓരോ യൂസറിനും ഓരോ ഹോം ഡയറക്ടറി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യൂസർ എ, യൂസർ ബി എന്ന് പറയുന്ന 2 യൂസേഴ്സ് ഉണ്ടെങ്കിൽ /home/user a എന്ന് പറയുന്ന ഒരു ഹോം ഡയറക്ടറി യൂസർ എക്ക് ഉണ്ടാവും. അതുപോലെ /home/user b എന്ന് പറയുന്ന ഹോം ഡയറക്ടറി യൂസർ ബിക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ SSH വെച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് യൂസറായിട്ടാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ യൂസറിൻ്റെ ഹോം ഡയറക്ടറി ആയിരിക്കും ഡീഫോൾട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പൈ എന്ന് പറയുന്ന യൂസറായിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ കറണ്ട് ഡയറക്ടറി എന്ന് പറയുന്നത് /home/പൈ ആണ്. ഈ ടിൽഡ എന്ന് പറയുന്നത് ഏത് യൂസർ വെച്ചിട്ടാണോ ലോഗിൻ ചെയ്തിരിക്കുന്നത് ആ യൂസറിൻ്റെ ഹോം ഡയറക്ടറിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഹാൻഡ് ഫോമാണ്. ഇപ്പോൾ നമ്മുടെ കേസിൽ പൈ ആയിട്ട് ലോഗിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ടിൽഡയുടെ വാല്യൂ /home/പൈ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഹോം ഡയറക്ടറി അല്ലെങ്കിൽ ഈ ഡയറക്ടറി സ്ട്രക്ചറിൻ്റെ കേസിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോ കാണുക. അതിനകത്ത് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ കാണുക. നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത് അതിനെയാണ് പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി അല്ലെങ്കിൽ PWD എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഉണ്ട്, PWD. നമുക്ക് ഈ PWD എന്ന് പറയുന്ന ഒരു കമാൻഡ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, PWD എൻ്റർ ചെയ്യുക. കണ്ടില്ലേ, /home/പൈ. അത് ആ ഒരു ഡയറക്ടറിക്കകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി നമുക്കൊന്ന് മാറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഡയറക്ടറിക്കകത്ത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് LS കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. LS കമാൻഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ടറിക്കകത്തുള്ള എല്ലാ ഡയറക്ടറിയും എല്ലാ ഫയൽസും ഇതിനകത്ത് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബുക്ക് ഷെൽഫ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഉണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഡയറക്ടറീസ് ഉണ്ട്. അതുപോലെ തന്നെ led_blink.py എന്ന് പറയുന്ന ഒരു പൈത്തൺ ഫയലുമുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിക്ക് അകത്തോട്ട് പോകാം. അതിന് CD സ്പേസ് ഡെസ്ക്ടോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ടിൽഡയുടെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു /desktop വന്നു. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി എന്ന് പറയുന്നത് /home/py/desktop എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ PWD കമാൻഡ്സ് ഒന്നുകൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, PWD കണ്ടില്ലേ, /home/py/desktopനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു $സൈൻ കണ്ടില്ലായിരുന്നു. എന്താണ് ഈ $സൈൻ? $സൈൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ, അതായത് പൈ എന്ന് പറയുന്ന യൂസർ ഒരു നോർമൽ യൂസറാണ്, റൂട്ട് യൂസർ അല്ല എന്നാണ്. റൂട്ട് യൂസർ ആണെങ്കിൽ ഒരു ഹാഷ് ആയിരിക്കും നമ്മൾ കാണുക. നമുക്കൊന്ന് റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്തിട്ട് ഈ $, മാറുന്നുണ്ടോ ഇല്ലെന്ന് നോക്കിയാലോ. ഈ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റർഫേസിൽ കൂടെ തന്നെ നമുക്ക് പല ആൾക്കാരായിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് SU സ്പേസ് യൂസർ നെയിം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ റൂട്ടായിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SU സ്പേസ് റൂട്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് പാസ്വേഡ് കൊടുക്കുക, എൻ്റർ ചെയ്യുക. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഡെസ്ക്ടോപ്പ് കഴിഞ്ഞിട്ട് ഒരു ഹാഷ് ആണ് കാണുന്നത്. ഹാഷ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ റൂട്ട് യൂസർ ആണെന്നാണ്.
നിങ്ങൾക്ക് ഈ യൂസർ ലെവൽ പ്രിവിലേജസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മളിപ്പോൾ ഈ കണ്ട പ്രോംപ്റ്റ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ ലിനക്സ് ഡിസ്ട്രിബ്യൂഷനിലും ഡീഫോൾട്ടായിട്ട് വരുന്ന പ്രോംപ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഈ പ്രോംപ്റ്റ് എഡിറ്റ് ചെയ്യാം, നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ കാലി മെഷീനകത്ത് ഞാൻ കസ്റ്റമൈസ് ചെയ്ത പ്രോംപ്റ്റാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രോംപ്റ്റും ഒരേപോലെ ആവണമെന്നില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ടെർമിനൽ യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമുക്ക് ടെർമിനലിനൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടെർമിനലിനെ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ആയി കഴിഞ്ഞു. നമ്മുടെ പ്രോംപ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കമാൻഡ്സ് കൊടുക്കാൻ പറ്റുന്നതാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ pwd എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കാം. കണ്ടില്ലേ, /home/ജിതിൻ. അതാണ് ശരിക്കും ഈ ടിൽഡ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, നമ്മൾ SS ചെയ്യുന്ന സമയത്തും ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഡീഫോൾട്ടായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് ഹോം ഡയറക്ടറി ആയിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ യൂസർ എന്ന് പറയുന്നത് ജിതിനാണ്. ജിതിൻ്റെ ഹോം ഡയറക്ടറിയാണ് /home/ജിതിൻ. ഓക്കെ, ഇനി ഈ ഒരു ഡയറക്ടറിക്കകത്ത് എന്തൊക്കെ കണ്ടൻസ് ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിന് LS കമാൻഡ് യൂസ് ചെയ്യാം. LS എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്. LS കമാൻഡ് കൊടുത്തപ്പോൾ കണ്ടില്ലായിരുന്നോ ഇതിനകത്തുള്ള എല്ലാ ഫോൾഡേഴ്സും ഫയൽസും ലിസ്റ്റ് ചെയ്തത്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഡയറക്ടറി ഉണ്ടാക്കിയാലോ. തൽക്കാലത്തേക്ക് ഡയറക്ടറിയുടെ പേര് റൂട്ട്സെറ്റ് എന്ന് കൊടുക്കാം. ഡയറക്ടറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് mkdir ആണ്. mkdir എന്ന് വെച്ചാൽ മേക്ക് ഡയറക്ടറി. mkdir ഫോൾഡറിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡയറക്ടറി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഈ ഒരു ഡയറക്ടറി ഉണ്ടായോ ഇല്ലയോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിസ്റ്റ് കമാൻഡ് ഒന്നുകൂടെ കൊടുക്കാം. ഇത് കണ്ടില്ലേ, റൂട്ട്സെറ്റ് എന്ന് പറയുന്നൊരു ഡയറക്ടറി ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂട്ട്സെറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിക്ക് അകത്ത് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ cd കമാൻഡ് യൂസ് ചെയ്യും. cd എന്ന് വെച്ചാൽ ചേഞ്ച് ഡയറക്ടറി. cd റൂട്ട്സെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റൂട്ട്സെറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിക്ക് അകത്ത് പോയി. ഇനി ഈ ഡയറക്ടറിക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. LS കണ്ടില്ലേ, ഇപ്പോൾ ഈ ഡയറക്ടറിക്കകത്തൊന്നുമില്ല, കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ഡയറക്ടറിയാണ്. ഇനി ഇതിനകത്ത് നമുക്കൊരു ഫയൽ ഉണ്ടാക്കി നോക്കിയാലോ. ഒരു ഫയൽ വെറുതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് എന്ന് പറയുന്നത് ടച്ച് ആണ്. അപ്പോൾ ടച്ച് ഫയൽ നെയിം കൊടുക്കുകയാണെങ്കിൽ file1.txt എന്ന് പറയുന്നൊരു ഫയൽ ഈ ഒരു ഡയറക്ടറിക്കകത്ത് ഉണ്ടാകും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. LS കൊടുത്താൽ കണ്ടില്ലേ, file1.txt എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ file1.txt എന്ന് പറയുന്ന ഫയലിനകത്തുള്ള കണ്ടൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്യാറ്റ് ഫയൽ നെയിം കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള എല്ലാ കണ്ടൻസും കാണിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത് empty ആയതുകൊണ്ടാണ് ഇതിനകത്തൊന്നും കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ file1.txt എന്ന് പറയുന്ന ഫയലിനകത്തോട്ട് കുറച്ച് കണ്ടൻസ് ആഡ് ചെയ്യാം. അതിന് നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്യും. നമുക്ക് കാലി നെക്സിൽ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ച് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് നാനോ. അപ്പോൾ നാനോ വെച്ചിട്ട് file1.txt ഓപ്പൺ ചെയ്യണം. അതിന് നാനോ ഫയൽ നെയിം കൊടുക്കുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. തൽക്കാലത്തേക്ക് ഹലോ വേൾഡ് എന്ന് കിടക്കട്ടെ. നമ്മളിപ്പോൾ കണ്ടൻറ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ സേവ് ചെയ്യണ്ടേ? സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോളും എക്സും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. താഴെ കണ്ടില്ലായിരുന്നോ, സേവ് മോഡിഫൈഡ് ബഫർ യെസ് നോ. നമ്മൾ Y പ്രസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ file1.txtക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത കണ്ടൻസ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ക്യാറ്റ് ചെയ്ത് നോക്കിയാലോ. ക്യാറ്റ് file1.txt കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത ആ കണ്ടൻസ് അതേപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയലിനകത്ത് കുറച്ചുകൂടെ കണ്ടൻസ് ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകൂടി നാനോ file1.txt കൊടുക്കുക. കണ്ടില്ലേ, ഇനി എൻ്റർ പ്രസ് ചെയ്തിട്ട് കണ്ടില്ലേ, നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് കൺട്രോൾ X Y എൻ്റർ. ഒന്നുകൂടെ കൊടുത്തു നോക്കാം. ക്യാറ്റ് file1.txt കണ്ടില്ലേ. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്? റൂട്ട്സെറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണല്ലേ. നമുക്കൊന്ന് കൺഫേം ചെയ്താലോ. pwd കണ്ടില്ലേ, നമ്മളിപ്പോൾ /ഹോമിനകത്ത് ജിതിനകത്ത് റൂട്ട്സെറ്റ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഡയറക്ടറി ബാക്കിലോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് /home/ജിതിനിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യും? അതിന് നമുക്ക് cd കമാൻഡ് തന്നെ യൂസ് ചെയ്യാം. cd സ്പേസ് ഡോട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറി ബാക്കിലേക്ക് പോകും. ഇനി നമുക്ക് ഒന്നുകൂടെ pwd കൊടുത്തു നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ /home/ജിതിനിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ചിട്ട് ഓരോ ഡയറക്ടറിയിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നതും ഫയൽ ഉണ്ടാക്കുന്നതും ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതുമെല്ലാം.
ഇപ്പോൾ നിങ്ങൾക്ക് CLI പറ്റിയും ഷെല്ലിനെ പറ്റിയും കമാൻഡ്സ് കൊടുക്കുന്നതിനെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമുക്ക് ഇത്രയും നല്ല GUI ഉള്ളപ്പോൾ നമ്മൾ എന്തുകൊണ്ടായിരിക്കും ഷെല്ല് യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല സിറ്റുവേഷനിലും GUIയെക്കാളും വളരെ വേഗത്തിൽ നമുക്ക് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഒരുപാട് കാര്യങ്ങൾ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഒരു ഫോൾഡറിനകത്ത് 100 ഫയൽ ഉണ്ടെന്ന് വെച്ചോളൂ. ഈ 100 ഫയലിനെ നമുക്ക് റീനെയിം ചെയ്യണം. അങ്ങനെ റീനെയിം ചെയ്യുന്ന സമയത്ത് GUI ആണെങ്കിൽ ഓരോ ഫയലിനെയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്ത് പേര് മാറ്റി എൻ്റർ ചെയ്ത് നമ്മൾ അടുത്ത ഫയലിലോട്ട് പോകണം അല്ലേ? അങ്ങനെ നമ്മൾ 100 ഫയലിനും ചെയ്യണം. പക്ഷേ നമ്മൾ CLI വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ 100 ഫയൽസിൻ്റെയും പേര് മാറ്റാൻ വെറും 3-4 ലൈൻ കോഡ് മതി. നമ്മളൊരു ലൂപ്പ് എഴുതി ഒരു സ്ക്രിപ്റ്റ് ചെയ്തുണ്ടാക്കുകയാണെങ്കിൽ ആ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് റൺ ചെയ്ത് എല്ലാ ഫയൽസിൻ്റെയും പേര് മാറ്റുന്നതായിരിക്കും. മാത്രമല്ല നമുക്ക് GUI വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് എലമെൻറ്റ്സ് കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് വെച്ചിട്ട് ഷെൽ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ കണ്ടത് വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ പല ടൈപ്പ് സ്ക്രിപ്റ്റിങ്ങിലോട്ട് പോകും. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും ഇതെല്ലാം നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കും. അടുത്ത വീഡിയോയിൽ നമ്മൾ ലിനക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന കമാൻഡ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.